അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ ടൂർ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഈ ഒരു വീഡിയോനെ 3 ആക്കി തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്രൊഡക്ടിവിറ്റി, സെക്കൻഡ് വൺ റിലാക്സേഷൻ, തേർഡ് വൺ പ്ലാനിങ്. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഈ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ടിവിറ്റി. ഈ ആർട്ട് സ്റ്റുഡിയോ എൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ബിൽഡ് ചെയ്തൊരു സ്റ്റുഡിയോ ആണ്. സോ എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്, ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്താണ്? നമുക്ക് കൂടുതൽ ആർട്ട് വർക്ക് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആർട്ട് വീഡിയോസ് ചെയ്യണം, ട്യൂട്ടോറിയൽസ് ഉണ്ടാക്കണം, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്കുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടണം, കൂടാതെ ഒരുപാട് പഠിക്കണം. ഇതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ആർട്ട് സ്റ്റുഡിയോയിലുണ്ട് എന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മുടെ ബുക്സിൻ്റെ കളക്ഷൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡിലാണ് ബുക്സിൻ്റെ കളക്ഷൻ വെക്കുന്നത്. എല്ലാ ബുക്കും ഇവിടെ ഇല്ല, കുറച്ച് വീടിൻ്റെ അകത്താണുള്ളത്. കുറച്ച് ബുക്ക് മാത്രം, അതായത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബുക്സ് മാത്രമാണ് ഈ ഒരു ഷെൽഫിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ എൻ്റെ സ്വന്തം ചിത്രകല എന്നുള്ള ബുക്ക് ഉണ്ട്. അതുപോലെ ആർട്ടിൻ്റെ മറ്റ് അനവധി ഒരുപാട് ബുക്കുകൾ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും ഒരു ടോപ്പിക് റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കിലും ബുക്സും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക വലിയൊരു ഷെൽഫാണ്. ഈ ഷെൽഫിൽ ആണ് ആർട്ട് മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വാട്ടർ കളറിൻ്റെ മെറ്റീരിയൽസ് ആണ്. വാട്ടർ കളർ, സോഫ്റ്റ് പേസ്റ്റിൽ, ഗോഷ് കളേഴ്സ്, ഓയിൽ പേസ്റ്റിൽ, ഇതിൽ അൺബോക്സ് ചെയ്യാത്ത പല മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ മെറ്റീരിയൽസ്, ചാർക്കോളൊക്കെ ഉണ്ട്. പിന്നെ താഴെ ക്യാമറയുടെ മിനിമം എക്യുപ്മെൻറ്റ്സ്, ലെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഓയിൽ പെയിൻറ്റിൻ്റെ പെയിൻറ്റുകളും അതുപോലെ തന്നെ അക്രിലിക് പെയിൻറ്റ്സും ഓയിൽ പേസ്റ്റിലൊക്കെയാണ് ഉള്ളത്. ഇവിടെ വീണ്ടും പെയിൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഷെൽഫ് ഞാൻ എപ്പോഴും വായിക്കാൻ എടുക്കുന്ന മോട്ടിവേഷണൽ ബുക്കുകൾ അല്ലെങ്കിൽ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ബുക്കുകളാണ് ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷെൽഫ് എപ്പോഴും കാലിയായിരിക്കും. ഇതിൻ്റെ അകത്ത് കണ്ടോ പൂച്ചക്കുട്ടി ഇവിടെ നമുക്ക് ഡേറ്റ് നോക്കേണ്ട ആവശ്യം വരും. കലണ്ടർ ഉണ്ട്. പിന്നെ ഇവിടെ പെർഫ്യൂംസ് ആണ് ഉള്ളത്. പിന്നെ താഴെ വീണ്ടും എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ്. പിന്നെ ഈ ഒരു ഷെൽഫ് കുറച്ച് ഞാൻ യൂസ് ചെയ്യാത്ത ഐറ്റംസ് ആണ്. ഇവിടെ ഇംബാസ്റ്റോ മീഡിയം ഉണ്ട്, അതായത് നമ്മുടെ അക്രിലിക് ഓയിൽ പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ യൂസ് ചെയ്യുന്ന മീഡിയംസ് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ റെസിനെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ റെസിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. റെസിനൊക്കെ അവിടെ ഉണ്ട്. പിന്നെ വീണ്ടും ഈ ഒരു ഷെൽഫിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ, ഡ്രോയിങ് ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ചില്ലറ മെറ്റീരിയൽസ് എല്ലാം ഈ ഒരു ഷെൽഫിൻ്റെ അകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷൻ. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. എപ്പോഴും എൻ്റെ എല്ലാ ടേബിൾ ടോപ്പും ബ്ലാങ്ക് ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലൊരു മെത്തഡാണ് നമ്മുടെ എല്ലാ ടേബിൾ ടോപ്പും ബ്ലാങ്ക് ആക്കി വെക്കുക എന്നുള്ളത്. സോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വന്നിരുന്ന് വായിക്കാനും പഠിക്കാനും വർക്ക് ചെയ്യാനൊക്കെ പെട്ടെന്ന് തോന്നും. നമ്മുടെ ടേബിൾ ടോപ്പിൻ്റെ മുകളിൽ ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുന്നിൽ വന്നിരിക്കാനായിട്ട് തോന്നില്ല. സോ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ടേബിളും വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് എപ്പോഴും നോക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു കോർണർ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ എൻ്റെ ഒരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമ്മുടെ അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ വലിയൊരു സ്റ്റാൻഡ് ഉണ്ട്. അത് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പെയിൻ്റ് എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് ബ്ലാക്ക് പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിലാണ്. വീണ്ടും ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഷെൽഫുണ്ട്. എൻ്റെ കുറച്ച് മുമ്പുള്ള ആർട്ട് വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഷെൽഫാണ്. അപ്പോൾ ഈ ഒരു ഷെൽഫ് നമ്മുടെ ആർട്ട് വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആവുന്നത് കൊണ്ട് തന്നെ മറ്റേ ഷെൽഫിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. സോ ഇവിടെ കുറച്ച് മിനിമൽ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, നല്ല ഐറ്റംസ് ഉണ്ട്. ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇതേ മുകളിൽ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്. നമ്മൾ അനാട്ടമിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യും കാലൊക്കെ ഇങ്ങനെ മാറ്റി നമുക്ക് അനാട്ടമിയൊക്കെ വരയ്ക്കാൻ പറ്റും. പിന്നെ ബ്രഷുകൾ നമ്മൾ പല പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് ബ്രഷസാണ്. ഇത് ആക്ച്വലി ഓയിൽ പെയിൻറ്റിന് യൂസ് ചെയ്യുന്ന ബ്രഷസാണ്. ഇത് അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷസാണ്. ഇത് വാട്ടർ കളറിൻ്റെ ബ്രഷസാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്രിലിക് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുന്ന ബ്രഷസ് ഉണ്ട്. ഇത് നമ്മൾ ഗ്രാഫൈറ്റ് ഡ്രോയിങ് അല്ലെങ്കിൽ ചാർക്കോൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ എടുക്കുന്ന ബ്രഷസാണ്. പിന്നെ എസെൻഷ്യലായിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് ഗ്ലൂ ഗൺ, പിന്നെ നമ്മുടെ കട്ടിങ് നൈഫ്, പിന്നെ സീൽ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു അടിപൊളി ബോക്സാണ്. പിന്നെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തലയോട്ടി ഇരിക്കുന്നുണ്ട്. അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു തലയോട്ടിയാണത്. പിന്നെ ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവമുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇതൊക്കെ ഞാൻ ഓരോ ആർട്ടിസ്റ്റുകളുടെ അടുത്തുനിന്ന് ബൈ ചെയ്തതാണ് കേട്ടോ. ഓരോ എക്സിബിഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ പോയി അവരുടെ അടുത്ത് സംസാരിച്ച് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് നോക്കാറുണ്ട്. അങ്ങനെ വാങ്ങിച്ചാണ് ഇതെല്ലാം. പിന്നെ വീണ്ടും പെൻസിലിട്ട് വയ്ക്കുന്ന ഒരു ബോക്സ്.
പിന്നെ താഴെ വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ടൈലിൻ്റെ ചെറിയൊരു ഫ്രെയിം ഇട്ട ഒരു പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഫ്രണ്ട്ഷിപ്പ് ടൈലിൻ്റെ. ഏറ്റവും താഴെ നമ്മുടെ പ്രീമിയം പെൻസിൽസ് ആയിട്ടുള്ള പ്രിസ്മ കളേഴ്സും പോളിക്രോമോസും വെച്ചിട്ടുണ്ട്. വീണ്ടും മുകളിലോട്ട് പോകണമെങ്കിൽ പെയിൻറ്റിങ്സ്. പിന്നെ ഏറ്റവും ടോപ്പിൽ എൻ്റെ പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. എൻ്റെ അല്ല, ഞാൻ വരച്ച നമ്മുടെ ദാലിയുടെ പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ ഇത് രണ്ടും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അറ്റത്തിരിക്കുന്നതും മൂന്നാമതിരിക്കുന്നതും എൻ്റെ പെയിൻറ്റിങ് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ നമ്മുടെ പിക്കാസോൻ്റെ പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. വീണ്ടും ഈ ഒരു ഷെൽഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോയ് കാറുണ്ട്. പിന്നെ നമ്മുടെ 100K സബ്സ്ക്രൈബേഴ്സിന് യൂട്യൂബിൽ നിന്ന് കിട്ടിയ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ, പിന്നെ ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു സംഭവം. പിന്നെ ഇതൊരു ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് ശരിക്കും ഡിക്ഷണറി അല്ല. ഇത് ഒരു രഹസ്യമായിട്ടുള്ള താക്കോലിട്ട് തുറക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കണ്ടോ, ഇതിൽ താക്കോലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ വെച്ചേക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഞാനൊന്നും വെച്ചിട്ടില്ല. ഇതിൻ്റെ ഈ ബോക്സ് കണ്ടപ്പോൾ കൗതുകം മൂത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ ഞാനൊന്നും അങ്ങനെ സൂക്ഷിച്ച് സേവ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് യൂസ് വന്നിട്ടില്ല. പക്ഷേ നല്ല സംഭവമല്ലേ, നല്ലൊരു ബോക്സാണ്. പിന്നെ ഏറ്റവും താഴെ പിന്നെ വീണ്ടും വാട്ടർ കളറും പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത്രയാണ് നമ്മുടെ ആർട്ട് മെറ്റീരിയൽസ്. വളരെ മിനിമലായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേബിൾ ടോപ്പ് എല്ലാം നല്ല നീറ്റാക്കി വയ്ക്കും. ഇത് അക്രിലിക് പെയിൻറ്റിങ് ചെയ്യുന്നൊരു ടേബിളാണ്. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് നീറ്റാക്കാനായിട്ട്. പിന്നെ നമ്മുടെ വാട്ടർ കളർ, ഇത് ഓൾറെഡി വാട്ടർ കളർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു നമ്മുടെ പ്ലൈവുഡിൻ്റെ ഒരു പീസാണ്. ഇത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സൈസാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം. കണ്ടോ, നല്ല വലിയ സൈസ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പേപ്പറും ക്യാൻവാസൊക്കെ ഒട്ടിച്ച് നമുക്ക് അക്രിലിക് പെയിൻറ്റും വാട്ടർ കളറെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ മെയിൻ ടേബിള് അത് ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ ടേബിളും എപ്പോഴും ഇങ്ങനെ ബ്ലാങ്ക് ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ ഞാൻ ചെടികൾ ഇങ്ങനെ വയ്ക്കാറുണ്ട്. ഇത് ഒറിജിനലല്ല, പ്ലാസ്റ്റിക്കാണ്. ഇതും പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഇത് ഒറിജിനലാണ്. നമ്മുടെ ലക്കി ബാമ്പു ആണ്. പിന്നെ ചുവരിലൊക്കെ ഒരുവിധം എൻ്റെ പെയിൻറ്റിങ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചുവരിലും ആണി അടിച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുമ്പോൾ മാറ്റി നമുക്ക് അവിടെ വെച്ച് ചുവരിൽ തന്നെ പെയിൻറ്റിങ് ചെയ്യാനായിട്ട്, ക്യാൻവാസ് തൂക്കി അതിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ പെയിൻറ്റിങ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും നീക്കാൻ പറ്റുന്ന ചെറിയൊരു ടീപ്പോയ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഈസലിൻ്റെ പുറത്ത്, ഇതൊരു വുഡൻ ഈസലാണ്, ഇതിൻ്റെ പുറത്ത് ഇതുപോലെ ബോർഡ് വെച്ചിട്ട് പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിളിൽ പെയിൻ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് ഈ ഒരു ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ വൈറ്റ് ബോർഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കണ്ടോ ഡ്രോയിങ് ഒക്കെ ഒട്ടിച്ച് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം ഈ ഒരു കോർണറിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു വൈറ്റ് ബോർഡ് ഭ്രാന്തനാണ്. ഒരുപാട് വൈറ്റ് ബോർഡ് ഈ ഒരു സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ല, ഞാൻ പതിയെ കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് പ്രൊഡക്ടിവിറ്റിയിൽ വരുന്നത് വീഡിയോ എഡിറ്റിംഗ്. ഞാൻ ആക്ച്വലി പ്രൊഫഷണലി ഡിസൈനറാണ്, UI/UX ഡിസൈനറാണ്. സോ ജോബിൻ്റെ പാർട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരും. നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി വീഡിയോ എഡിറ്റൊക്കെ ചെയ്യേണ്ടി വരും, ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടി വരും, പോസ്റ്റേഴ്സ് ഉണ്ടാക്കേണ്ടി വരും, ഡിസൈൻസ് ഉണ്ടാക്കേണ്ടി വരും. അതിനൊക്കെ ആയിട്ട് ഉള്ള എഡിറ്റിംഗ് ഡെസ്ക്കാണ് ഈ കാണുന്നത്. സോ ഇവിടെ മാക് ബുക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ iMac ഉണ്ട്, നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന iPad ഉണ്ട്, ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് എന്താണ്, എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്താണ്, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ക്യാമറ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്താണെന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊരു ആർട്ട് ചാനലായതുകൊണ്ട് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത് ആവശ്യമുള്ളൊരു കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ടെക്നിക്കൽ ഐറ്റംസ്, ഞാൻ സ്റ്റുഡിയോയുടെ അകത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ഐറ്റംസിനെ കുറിച്ച് ഞാൻ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള സംഭവത്തിൽ വരുന്നൊരു കാര്യം. പിന്നെ റിലാക്സേഷനാണ്. പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്നൊരു സംഭവമാണ് റിലാക്സേഷൻ. കാരണം വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ റിലാക്സേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റുള്ളൂ. സോ അതിൽ മെയിൻ വരുന്നത് നല്ല ചെയർസ്, അടിപൊളിയായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫാൻസി ചെയറൊന്നുമല്ല, നമ്മുടെ ഓഫീസിലൊക്കെ ഇടുന്ന പോലത്തെ ചെയറാണ്, സാധാ ചെയറാണ്. പിന്നെ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെയർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മാറി മാറി ഇരുന്ന് റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൂടാതെ ഇത് കണ്ടോ, അയ്യോ, ഇതിപ്പോൾ ടെഡി ബെയറാണ്. ഇത് എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട്, 6 അടി ഹൈറ്റ് ഉണ്ട്. പിന്നെ ഒരു ബീൻ ബാഗ്, 2 ടെഡി ബെയർ. അപ്പോൾ ടയേർഡാവുന്ന സമയത്ത് ബുക്കൊക്കെ വായിക്കാനും പിന്നെ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ട്യൂട്ടോറിയൽസ് കാണാനും കൂടുതൽ പഠിക്കാനൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്, ഇവിടെ കിടന്നിട്ടാണ് ആക്ച്വലി ഞാൻ ചെയ്യാറുള്ളത്. നല്ല റിലാക്സേഷൻ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് റിലാക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ വെറുതെ ഇരിക്കൽ മാത്രമല്ല, വിശ്രമം മാത്രമല്ല, നല്ല വർക്കൗട്ട് നമുക്ക് റിലാക്സേഷനാണ്. സോ അതിനായിട്ട് നമുക്കൊരു എലിപ്റ്റിക്കൽ മെഷീൻ ഉണ്ട്. ഞാനിപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല, കാരണം ഇപ്പോൾ മോർണിംഗ് ജിമ്മിന് പോകാനായിട്ട് പറ്റാറുണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ
ഇതിലായിരുന്നു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പിന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡംബലൊക്കെ വീടിൻ്റെ പുറത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കാണിക്കാനുള്ള സെക്ഷൻ പ്ലാനിങ്ങിൻ്റെ സെക്ഷനാണ്. ആ കലണ്ടർ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അതിൽ ഒക്ടോബറിലത്തെ കലണ്ടറാണ് ഞാൻ തൂക്കിയിട്ടുള്ളത്. സോ 3 മാസം 4 മാസം മുൻപുള്ള കാര്യങ്ങൾ വരെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. സിംപ്ലി അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും വൈറ്റ് ബോർഡിൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മുടെ ഈ ഒരു അലമാരിയുടെ സൈഡിൽ വരെ വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചതൊരു വൈറ്റ് ബോർഡാക്കി മാറ്റാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ ഈ ഒരു എഡിറ്റിംഗ് സ്പേസിൻ്റെ ചുറ്റും ഫുള്ള് വൈറ്റ് ബോർഡ്സാണ്. കണ്ടോ, 1 2 3 4. ഈ 4ാമത്തെ വൈറ്റ് ബോർഡ് ഭയങ്കര ബിഗ്ഗാണ്. ഞാനത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം എൻ്റെ പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 3ആക്കി തിരിച്ചിട്ടുണ്ട്, 3 സെക്ഷൻ, 1 2 3. ആദ്യത്തെ സെക്ഷനിൽ ഓഗസ്റ്റ് മാസത്തിലെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സെപ്റ്റംബർ മന്ത് ആയിട്ടുണ്ടാവും. നടുക്കിൽ സെപ്റ്റംബർ മാസത്തെ പ്ലാനിങ് ആണ്. 3ാമത്തെ സെക്ഷനിൽ ഒക്ടോബർ മാസത്തെ കാര്യങ്ങളാണ്. അങ്ങനെ 3 മാസത്തെ പ്ലാനിങ് എപ്പോഴും എൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഞാൻ ഇവിടെയാണ് എഴുതാറുള്ളത്, ഈ ഒരു ബോർഡിൽ. ഈ ഒരു മെയിൻ കാര്യങ്ങളിലെ പ്ലാനിങ്ങും അതിനെ ഡ്രിൽ ഡൗൺ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സൊക്കെ ഈ ഒരു ബോർഡിലാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് റഫായിട്ടുള്ള നോട്ട്സ് എഴുതാനും ഈ ബോർഡാണ്. അതുകൂടാതെ അടുത്ത് എപ്പോഴും ഒരു ബുക്ക് ഉണ്ടായിരിക്കും. ബുക്കിലും ടാസ്കുകളും കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. പിന്നെ നമ്മുടെ ഐപാഡിലും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്റ്റുഡിയോയുടെ അകത്തുള്ള കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഉള്ള സ്പേസ് വളരെ നീറ്റായിട്ട് നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ എനർജറ്റിക്കായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ മാക്സിമം മാനേജ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത്. അത് പറഞ്ഞാൽ വേറൊരു കാര്യം മിസ്സിംഗ് ആണ്. അത് ആക്ച്വലി ഈ ഒരു ബോക്സ് കണ്ടോ, ഈ ഒരു ബോക്സ് ഞാൻ കുറേ നാളായി ഈ ടേബിളിൻ്റെ അടിയിൽ വെച്ചിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. കൊറോണ ടൈമിൽ വന്നതാണ്. ഇതിലെന്താണെന്ന് അറിയില്ല, പക്ഷേ ഞാനിതൊരു അൺബോക്സിങ് ചെയ്തിട്ടുമില്ല. പിന്നെ അതിനെക്കുറിച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഇത് എപ്പോഴെങ്കിലും അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാനെടുത്ത് യൂട്യൂബിലിടാം, നിങ്ങൾക്ക് കാണാമല്ലോ എന്താ അതിൻ്റെ അകത്തുള്ളതെന്ന്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു മെസ്സ് ഉണ്ടാവും വയറിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ. നമുക്ക് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. എല്ലാ ടേബിളിലും താഴെ കൂടെ ഇങ്ങനെ വയറ് പോയിട്ടുണ്ടാവും. അതും മാക്സിമം നല്ല രീതിയിൽ മിനിമലായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികൾക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുക. ഇത് ഞാൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത ഒരു സ്റ്റുഡിയോ ആണ്. നമ്മളൊരു കാര്യം സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്വന്തമാക്കാൻ തന്നെ കഴിയും. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന അത്രത്തോളം അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഞാൻ 0 എന്നാണ് ഇത് ബിൽഡ് ചെയ്തത്. ഒന്നുമില്ലായിരുന്നുമാണ് ഈ ഒരു സ്റ്റുഡിയോ ബിൽഡ് ചെയ്തത്. സോ എനിക്കിത് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റുഡിയോ നിങ്ങൾക്കും ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് പ്ലാനിങ്ങും കുറേ ഹാർഡ് വർക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റിലാക്സേഷനും എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ജേണി അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇഷ്ടമുള്ളതൊക്കെ അച്ചീവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിൽ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.